എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയാണ്, അപ്പോൾ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണിത്. ഡ്രിങ്കായിട്ടും പാർട്ടികൾ ഡിസേർട്ടായിട്ടും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇതൊരു ഗ്ലാസ് മാത്രം മതിയാവും വയറ് നിറയാനും ക്ഷീണം മാറാനും ദാഹം മാറാനും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്ന വീഡിയോ കണ്ടുവരാം. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഒരു ഉറുമാമ്പഴം, ഒരു ആപ്പിള്, ഒരു നല്ല പഴുത്ത നേന്ത്രപ്പഴം, 4 അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഞാലിപ്പൂവമ്പഴം, ചെറുതാണെങ്കിൽ 5 വരെ എടുക്കാവുന്നതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് കറുപ്പ് മുന്തിരിയും അതുപോലെ തന്നെ വെള്ള മുന്തിരി എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മുന്തിരി വേണം എടുക്കാൻ വേണ്ടിയിട്ട്, കുരുവില്ലാത്ത മുന്തിരി, പുളിയുള്ള മുന്തിരി എടുക്കരുത്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഒരു 15ഓളം ബദാമും കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം. ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ആപ്പിൾ അവസാനം കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആപ്പിളിൽ ഒരു കറുപ്പ് കളർ അടിക്കും. ബാക്കി എല്ലാ ഫ്രൂട്ട്സും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത കസ്കസ് ഇട്ട് കൊടുക്കാം. കസ്കസ് കുതിരാനായിട്ട് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം കുതിരാൻ വെക്കാം. ഒരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാഷ്നട്ടും ബദാമും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ഞാനിവിടെ കാഷ്നട്ടും ബദാമുമാണ് എടുത്തത്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിത് പൊടിച്ചെടുക്കേണ്ടതാണ്. ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 പൂവമ്പഴം ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 500 മില്ലി പാലാണ് ഇതിലേക്ക് ആവശ്യം. 250 മില്ലി പാൽ ആദ്യം ചേർത്തിട്ട് ഈ പഴം ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പഴം നല്ല പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 250 മില്ലി പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ടുള്ള ഈ പഴവും പാലും കൂടെ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പൂവമ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതിന്റെ പകുതി ഭാഗമാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് പച്ച മുന്തിരിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തത്. അതോടൊപ്പം കറുപ്പ് മുന്തിരിയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ഇട്ട് കൊടുക്കാം. ആപ്പിൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്തെ കട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആപ്പിളിന്റെ കളർ നഷ്ടപ്പെടും. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഉറുമാമ്പഴം ചേർത്ത് കൊടുക്കാം. നല്ല കളറുള്ള ഉറുമാമ്പഴം നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ആണ്. മിൽക്ക് മെയ്ഡ് ഇതാ ഈ ഒരു പാത്രത്തിൽ, ഈ ഒരു ചെറിയൊരു ബൗളിൽ പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. ഇതാണ് നന്നാറി സിറപ്പ്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതൊരു 50 മില്ലിയോളം ഒഴിച്ചു കൊടുക്കണം. ആയുർവേദ അങ്ങാടിക്കടയിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ചെറിയ കപ്പ് വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ് ഉണ്ടാവുക. ഐസ്ക്രീം ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഒരു ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഐസ്ക്രീമും നട്ട്സും ഒക്കെ നല്ല പോലെ ഒന്ന് യോജിച്ച് വരണം. നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള പാല് നല്ല പോലെ തണുത്തിട്ടുണ്ടാവണം. കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു തവി വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ നല്ല ടേസ്റ്റി അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അടുത്ത ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഒറ്റൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. എന്നാൽ നമ്മളെ ക്ഷീണവും ദാഹവും വിശപ്പൊക്കെ മാറി ആരോഗ്യത്തോടെ ഇരിക്കാൻ നല്ലതാണ് ഈ ഒരു ഡ്രിങ്ക്. കുട്ടികൾക്ക് നല്ല ഇഷ്ടത്തോടെ കുടിച്ചോളൂ ഈ ഒരു ഡ്രിങ്ക്. പ്രത്യേകിച്ച് പാർട്ടികളിൽ ഡിസേർട്ട് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ ഈ ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. പുതിയ നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.